ഇറാനെതിരെ അമേരിക്ക ആണവായുധം പ്രയോഗിച്ചാൽ അതേ രീതിയിൽ തന്നെ പ്രതികരിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഇറാൻ പാർലമെന്റ് അംഗം ഫദാ ഹുസൈൻ മാലകി. ഇറാൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ വിദേശനയ കമ്മീഷൻ അംഗമാണ് മാലകി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ആണവാക്രമണം നടത്താനുള്ള സാധ്യതയെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രംപ് അത്തരമൊരു നടപടി സ്വീകരിക്കുമെന്ന് താൻ കരുതുന്നില്ല എന്നും, എന്നാൽ അശ്രദ്ധമായ നീക്കം ലോകത്തെ അപകടകരമായ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്നുമാണ് മാലകി പറഞ്ഞതെന്ന് മിഡിൽ ഈസ്റ്റ് ഐ ആണ് റിപ്പോർട്ട് ചെയ്തത്. ട്രംപിന്റെ വാദം ഞാൻ തള്ളിക്കളയുന്നില്ല, പക്ഷേ അത്തരമൊരു പ്രവൃത്തി ചെയ്യാൻ അദ്ദേഹം ധൈര്യപ്പെടുമെന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചാൽ ഇറാനും പ്രതികരിക്കും. ഇറാനെതിരെ ഉപയോഗിക്കുന്ന ആയുധം തന്നെ ഞങ്ങളും തിരിച്ചുപയോഗിക്കുമെന്നാണ് മാലകി പറഞ്ഞത്. അമേരിക്ക ആണവായുധം ഉപയോഗിച്ചാൽ ഇറാന്റെ പ്രതികരണം ഉപയോഗിക്കുന്ന ആയുധത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കുമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സൂചിപ്പിക്കുന്നത്. അമേരിക്ക ആണവായുധം ഉപയോഗിച്ചാൽ ഇറാനും ആണവായുധം ഉപയോഗിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അതേസമയം ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടെന്ന് മാലകി വ്യക്തമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാന്റെ പല ആയുധങ്ങളും സൈനിക ശേഷികളും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. ഇറാൻ ഇപ്പോൾ പ്രതിരോധ നിലപാടിൽ നിന്ന് സജീവ പ്രതിരോധത്തിലേക്ക് മാറിയതായി മാലകി പറഞ്ഞു. അമേരിക്ക കൂടുതൽ സൈനിക നടപടി സ്വീകരിച്ചാൽ ഇറാന് നിരവധി മാർഗങ്ങളിലൂടെ പ്രതികരിക്കാനാകുമെന്നും തിരിച്ചടി അതേ നിലവാരത്തിലോ അതിനു മുകളിലോ അയക്കാമെന്നും ഇറാൻ എംപി മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ സംയുക്ത ആക്രമണം നടത്തിയതിനെ തുടർന്ന് മാസങ്ങളായ ശത്രുതയിലാണ് ഇരു രാജ്യങ്ങളും. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ അംഗീകരിച്ച് ചർച്ച നടത്താൻ അമേരിക്ക ഇപ്പോൾ അപേക്ഷിക്കുകയാണെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇറാനെ കീഴടങ്ങാൻ നിർബന്ധിതരാക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് അമേരിക്കയുടെ നിലപാടിലെ മാറ്റമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയിയുടെ പുതിയ ഉത്തരവുകൾ പ്രകാരം ഇറാന്റെ സുരക്ഷാ നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പുതിയ തലവനായി അഹമ്മദ് വാഹിദിയെയും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മേധാവിയായി മൊഹസിൻ റസായിയെയും നിയമിച്ചിട്ടുണ്ട്. തങ്ങളുടെ വ്യവസ്ഥകൾ അംഗീകരിച്ചില്ല എങ്കിൽ യുദ്ധം കൂടുതൽ ശക്തമായ തലത്തിലേക്ക് മാറ്റുമെന്നും ഇത് ആഗോളതലത്തിൽ അധികാര സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കുമെന്നും ഖമനേയിയുടെ ഉപദേഷ്ടാവ് മുഹമ്മദ് മൊക്ബർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ശത്രുവിന്റെ മണ്ണിൽ നേരിട്ട് ആക്രമണം നടത്താനുള്ള ശേഷി സൈന്യം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മുതിർന്ന IRGC ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ പുതിയ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായി മേഖലയിലെ സഖ്യകക്ഷികളെ ഇറാൻ വീണ്ടും സജീവമാക്കുകയാണ്. യമനിലെ ഹൂതി വിമതരും ഇറാഖിലെ സായുധ സംഘങ്ങളും സൗദി എണ്ണ ശുദ്ധീകരണശാലയ്ക്കും കപ്പലുകൾക്ക് നേരെ ആക്രമണ ഭീഷണി ശക്തമാക്കി. എണ്ണവില ഉയർത്തി നിർത്തുക എന്ന ലക്ഷ്യത്തോടെ ഗൾഫിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾക്ക് നേരെ നിരന്തര ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. മേഖലയിലെ വാർത്താവിനിമയ ശൃംഖലയെ ബാധിക്കുന്ന വിധത്തിൽ കടലിനടിയിലെ കേബിളുകൾ തകർക്കുന്നതുൾപ്പെടെയുള്ള യുദ്ധമുറകളിലേക്ക് തിരിയുകയുമാണ്. ക്ലസ്റ്റർ വാർ ഹെഡുകളുള്ള പുത്തൻ തലമുറ ബലിസ്റ്റിക് മിസൈലുകളും അത്യാധുനിക ഡ്രോൺ വ്യൂഹങ്ങളും യുദ്ധരംഗത്ത് സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ഉപരോധങ്ങളുടെയും നാവിക വിലക്കിന്റെയും ഇരട്ട സമ്മർദ്ദത്തിൽ വീർപ്പ് മുട്ടുന്നതിനേക്കാൾ ഭേദം മറ്റൊരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നതാണെന്ന നിലപാടിലേക്ക് ഇറാന്റെ നേതൃത്വം എത്തിച്ചേരുന്നു എന്നാണ് അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. US ഇസ്രായേൽ ആക്രമണങ്ങളെ അതിജീവിച്ച തങ്ങളുടെ കരുത്ത് മേഖലയിലെ ശാശ്വതമായ രാഷ്ട്രീയ മേൽക്കോയ്മയായി മാറ്റാനാണ് ഇറാൻ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.